നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു ബലി അർപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മഹാവിശുദ്ധ ബലിയർപ്പിച്ച ഈ ബലിപീഠത്തിൽ നിൽക്കാൻ എൻ്റെ അയോഗ്യത ഞാൻ അനുസ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട പാലകൃത്താമാൽപ്പാനസം വിശുദ്ധ ചാവറേശനൊക്കെ ബലിയർപ്പിച്ച ഈ ബലിവേദിയിൽ നിൽക്കുന്നത് ഈ സമൂഹത്തിന് ഭാഗമാകുന്ന നിങ്ങൾക്ക് എന്തൊരു അഭിമാനമാണ്. നിങ്ങൾ കുർബാനയ്ക്ക് മുമ്പ് പാടി വചനത്തെ പറ്റി പറയുകയുണ്ടായി. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു വചനം സംസാരിക്കാൻ പോവുകയാണ്. ആ വചനം സുറിയാനി ഭാഷയിലാണ്. സുറിയാനി ഭാഷ ഈശോയുടെ മാതൃഭാഷയാണ്. നമ്മൾ മലയാളം പറയുന്നത് പോലെ ഈശോയുടെ കാലഘട്ടത്തിൽ അരമായ ഭാഷയാണ് അവർ വീട്ടിൽ സംസാരിച്ചിരുന്നത്. അരമായ ഭാഷ തന്നെയാണ് സുറിയാനി ഭാഷ. അപ്പോൾ സുവിശേഷത്തിലുള്ള ഒരു കൊച്ചു വാചകം, ചെറിയ വചനം എടുത്ത് നമുക്കിന്ന് ധ്യാനിക്കാം. ആ വാചകം ഇതാണ്: മാർ വാല എന്നാണ് ആ വാചകം. ഇതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നാണ്. നമുക്ക് സുപരിചിതമായ ശബ്ദങ്ങളാണ് ആ അരമായ സുറിയാനി ഭാഷയിലുള്ള ശബ്ദങ്ങൾ. അപ്പോൾ മാർ നമുക്കറിയാം, എൻ്റെ കർത്താവ്, ആല ദൈവവും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. മാർ എന്നൊന്ന് പറഞ്ഞ്, നമ്മുടെ മാർപ്പപ്പ എന്ന് പറയുന്നത് മാർ തന്നെയാണ്. വാല മാർവാല. കൊള്ളാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നാണ് എൻ്റെ അർത്ഥം. പറഞ്ഞ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഇനി അതിൻ്റെ സുറിയാനി പറഞ്ഞ്. കൊള്ളാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നത് ഈ ഇടവക്കാരനും എൻ്റെ CMI സഭയിലെ അംഗവുമായിരുന്ന ഓസ്വാൾ കടവിൽ അച്ഛനിൽ നിന്നാണ്. ഓസ്വാൾ കടവിൽ അച്ഛനെ ഓർക്കുന്ന ആരെങ്കിലും പുറകിലുണ്ടോ? ഓക്കെ, അദ്ദേഹം മരിച്ചുപോയി. ഓസ്വാൾ കടവിൽ അച്ഛനാണ്. എനിക്ക് 6-7 വയസ്സുള്ളപ്പോൾ മാട്ടിപ്പള്ളിയിൽ ദുഹ്റാനിക്ക് പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഈ വചനം കൊണ്ടാണ്. മാർവാല പറഞ്ഞേ. അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അപ്പോൾ ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളോട്. 7ാം ക്ലാസ്സുകാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് മാർവാല എന്ന വചനം ഉച്ചരിച്ചത് ആരാണ്? ശരി, നിങ്ങൾ കൊള്ളാം. തോമാസ് ലീഹയാണ് പറഞ്ഞത്. തോമാസ് ലീഹ അതെപ്പോഴാണ് പറഞ്ഞത്? ഈശോ ഉയർത്തതിന് ശേഷം 2ാമത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് തോമാസ് ലീഹ സന്തോഷം കൊണ്ട് മതിമറന്ന് പറഞ്ഞ വാക്കാണ് മാർവാല, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അപ്പോൾ തോമാസ് ലീഹായെ പോലെ അമിതമായ സന്തോഷം കൊണ്ട് നിൽക്കാമെന്ന് പറയുമ്പോൾ മാർവാല, അതാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. നിങ്ങൾ പഠിക്കുന്ന എല്ലാ വേദോപദേശ ക്ലാസ്സുകളെയും സാരാംശം, നമ്മളുടെ വിശ്വാസത്തിൻ്റെ സാരാംശം ഈ ഒരു വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ വേദോപദേശത്തിൻ്റെയും സാരാംശം ഈ ഒരൊറ്റ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ഈശോയെ ദൈവവും മനുഷ്യനുമാണെന്ന് ആദ്യമായി പ്രഘോഷിച്ചത് സുവിശേഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം പ്രഘോഷിച്ചത് തോമാസ് ലീഹയാണ്. ആ പ്രഘോഷണം ഈ വചനത്തിലൂടെയാണ്. മാർവാല, നീ എൻ്റെ കർത്താവും നീ എൻ്റെ ദൈവവുമാണ്, നീ വെറൊരു മനുഷ്യനല്ല, നീ ദൈവവും മനുഷ്യനുമാണ് എന്ന് പ്രഘോഷിച്ചത് തോമാസ് ലീഹയാണ്. അതുകൊണ്ടാണ് ആ വചനത്തിന് ഇത്ര കണ്ട് പ്രസക്തി. നമ്മുടെ വിശ്വാസത്തിൻ്റെ സാരാംശം, അത് അരച്ച് കലക്കി കുറിച്ചെടുക്കുന്ന സാരാംശമാണ് മാർവാല. അപ്പോൾ എത്ര ഗൗരവമുള്ള ഒരു ആദ്യ മന്ത്രമാണ് ഇതെന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പരിശ്രമിക്കുന്നത്. നിങ്ങൾ ഈ മന്ത്രം എപ്പോഴും ഉരുവിടാവുന്ന ഒരു മന്ത്രമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് കുർബാനയുടെ സമയത്ത് വൈദികൻ
അപ്പവും വീഞ്ഞ് വാഴ്ത്തിക്കഴിഞ്ഞ് ഉയർത്തുമ്പോൾ ജനങ്ങൾ ചെല്ലുമായിരുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. തോമാസ് ലീഹായുടെ വചനം ആവർത്തിക്കുമായിരുന്നു. അപ്പം അത്ര വലിയ പ്രസക്തിയുള്ള ഒരു ആദ്യ മന്ത്രമാണ് മാർവാല. മാർവാല 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 മാർവാല. നിങ്ങൾ എന്തെങ്കിലും ഇതിന് മറക്കുമോ? ഇല്ല, പഠിച്ചില്ല, കാണാപ്പാട് പഠിച്ചില്ല. ഇതിങ്ങനെ മറക്കാതെ പല പ്രാവശ്യം ഉരുവിടണം, ഒരു മന്ത്രം ഉച്ചാരണം എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ പ്രസംഗം നിർത്താം. മറക്കുമോ? ഇല്ല, മറക്കില്ല. മാർവാല 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 മാർവാല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറിസം പഠനമെല്ലാം കഴിഞ്ഞു, ഏകദേശം പഠനത്തോടുകൂടി കഴിഞ്ഞു. ഇനി സിസ്റ്റേഴ്സിനോട് ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം പാലക്കിലച്ചൻ പറഞ്ഞു തന്നു, എല്ലാം ഞങ്ങൾ പഠിച്ചു. മാർവാലാഹൻ പറയുന്നത് നീ കർത്താവും ദൈവമാണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പഠിച്ചു എന്ന് പറയാം. ശരി, അപ്പം ഞാനിത് അവസാനിപ്പിക്കാൻ ഈ മാർവാലാഹ ചേർത്തുള്ള ഒരു കൊച്ചു സുറിയാനി പാട്ട് പാടിക്കൊണ്ട് അവസാനിപ്പിക്കാം. ഇത് 2 വർഷം മുമ്പ് ധർമാന കോളേജ് ബാംഗ്ലൂരിൽ നിന്നുള്ള കുട്ടികൾ എഴുതി അയച്ചതാണ്. ഞാൻ എണ്ണം ചെയ്ത ഒരു കൊച്ചു പാട്ട്. مشابهين الله مهيانا أم توماس ليها آون دنهر شراغا دسورسا بعينين الشقاسا مودينا لقليانا أميد لابولاغا ഇത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കത് കേട്ട് പഠിച്ച് ഗായക സംഘവും പഠിച്ചിട്ട് വല്ലപ്പോഴും നിങ്ങളോട് പാടണം. അപ്പം ആ മാർവാല എന്ന മന്ത്രം കൊണ്ടാണ് ആ പാട്ട് അവസാനിക്കുന്നത്. കൂടാതെ 2ാമത്തെ ലൈൻ തോമാസ് ലീഹ ആവൂൻ, ഞങ്ങളുടെ അപ്പച്ചനായ തോമാസ് ലീഹായോടുകൂടെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. എന്നിട്ട് അവസാനിക്കുന്നത് മാർവാലാഹമാണ്. അതുകൊണ്ട് വളരെ നല്ലൊരു പാട്ട്. യൂട്യൂബിൽ കേട്ട് പഠിക്കുക വല്ലപ്പോഴും. മാർവാല സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന് പാടാതെ പാടാണ്. മാർവാല മാർവാല ഒന്നൊരു പാടും. പ്രാർത്ഥനാകാരം വേണ്ടി ജീവിക്കുന്ന പാടാണ്. വീണ്ടും പാടും. ദൈവവും മനുഷ്യനുമായ യേശുവിനെ സ്തുതി.